We can discuss A standard, the shipwrecked sailor, page 47. നമ്മളൊരു പ്രത്യേക ഭാഗം എടുത്ത് വെച്ചു. അതിൻ്റെ നോട്ട്സ് കുറച്ചൊന്നും ഇട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി പാഠഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് മുഴുവൻ നോട്ടും മുഴുവൻ റെഫറൻസ് നടത്താം. നോക്കൂ. On the other side was Louis Rengifo, trying to stay above water. മറുവശത്ത് അതാ എൻ്റെ ഫ്രണ്ട് ലൂയിസ്. അവൻ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിത്ത് ഹിസ് ഹെഡ്ഫോൺസ്, കയ്യിൽ ഹെഡ്ഫോൺ ഉണ്ട്. കപ്പൽ യാത്രയിൽ വളരെ സഹായകരമായിട്ടുള്ളതാണ് ഹെഡ്ഫോൺസ്. Aloft in his right hand. ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലത്തെ കയ്യിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് മാത്രം തുഴഞ്ഞുകൊണ്ട് അതാ ലൂയിസ് റെഗ്നിഫോ. Left in his right hand വലം കൈ. He had stripped off his shirt. Strip off. Remove. അഴിച്ചു മാറ്റുക. ഷർട്ടൊക്കെ ഒരു കളഞ്ഞിട്ടുണ്ട്. Strip off his shirt. So that he could swim better. താഴാതെ വസ്ത്രം നനഞ്ഞ് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഊരി കളഞ്ഞിട്ടുണ്ട്. നന്നായി നീന്താൻ വേണ്ടി. സ്വിം ബെറ്റർ. എങ്ങനെ ബെറ്റർ എന്ന വാക്കുണ്ടായത്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. നല്ലത്, ഏറെ നല്ല, ഏറ്റവും നല്ലത്. അതാണ് ഗുഡ്, ബെസ്റ്റ്, ബെറ്റർ, ബെസ്റ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചോളൂ. ഗുഡ് ഓപ്പോസിറ്റ് ബാഡ്, ബെറ്റർ ഓപ്പോസിറ്റ് വേഴ്സ്, ബെസ്റ്റ് ഓപ്പോസിറ്റ് വേഴ്സ്റ്റ്. കണ്ടോ? പ്രധാനപ്പെട്ട വാക്കാണ് ആറെണ്ണം. ഇത് നല്ലതാണെങ്കിൽ ഇത് ചീത്ത, ഇത് ഏറെ നല്ലതാണെങ്കിൽ ഏറെ ചീത്ത, ഇത് ഏറ്റവും നല്ലതാണെങ്കിൽ ഏറ്റവും ചീത്ത. ഗുഡ് ഓപ്പോസിറ്റ് ബാഡ്, better opposite to worse, best opposite to worst. then ഇങ്ങനെ എടുത്താലോ? ഗുഡ് പോസിറ്റീവ് ഡിഗ്രി, അതായത് വാക്ക് അനുകൂല രൂപത്തിൽ നിൽക്കുന്നു. ഇത് ബെറ്റർ കമ്പാരറ്റീവ് ഡിഗ്രി, താരതമ്യപ്പെടുത്തുന്നു. ബെസ്റ്റ് ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അങ്ങനെ ബാഡ് മോശം, വേഴ്സ് ഏറെ മോശം, വേഴ്സ്റ്റ് ഏറ്റവും മോശം. ഇത് മോശം, ഇത് ഏറെ മോശം, ഇത് ഏറ്റവും മോശം. He had stripped off his shirt so that അതുകൊണ്ട് he would swim better. ഏറെ നന്നായി നീന്താം. But he had lost his life jacket. പക്ഷെ ലൈഫ് ജാക്കറ്റ് പോയി. വെള്ളത്തിൽ താണു. ഏത് സമയത്തും വെള്ളത്താൽ തിരമാല വന്ന താണു പോകും. Even if I hadn't seen him, I would have recognized his cry. എനിക്ക് കാണാൻ പറ്റുന്നില്ല അവനെ. ഈ റാഫ്റ്റിന്റെ അപ്പുറത്തുള്ളത്, ചങ്ങാടത്തിന്റെ അപ്പുറത്തുള്ളത്, തകർന്ന കപ്പലിന്റെ പൊന്തിക്കിടക്കുന്ന ഭാഗത്തിന്റെ അപ്പുറത്തുള്ളത്. പക്ഷെ എനിക്ക് എന്റെ ശബ്ദം കേൾക്കാം. hadn't seen him. ഇത് കാണാൻ പറ്റാന്ന് വെച്ചാൽ തീരെ കണ്ടില്ല. തീരെ കാണാതെ ഷർട്ട് ഊരിക്കത്തിൽ കൈ പിടിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഒന്ന് കാണുന്നുണ്ട്, പിന്നെ മുങ്ങിപ്പോകുന്നുണ്ട്, പിന്നെ മറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോഴെനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. I would have recognized his cry. പക്ഷെ എനിക്ക് അവന്റെ ശബ്ദം തിരിച്ചറിയാം. Patso, paddle over here. Patso, നീ ഇങ്ങോട്ട് പോര്. Paddle means തുഴഞ്ഞ് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു. Then Espera, I quickly grabbed the oars. തുഴകൾ, OAR as oars, തുഴകൾ. തുഴയാനുള്ള സാധനം, തുഴ
I quickly grab, പിടിച്ചെടുക്കുക, കയ്യിലെടുക്കുക. ഞാൻ പെട്ടെന്ന് തുഴകൾ എവിടെയാണെന്ന് നോക്കി, തുഴഞ്ഞു പോകാനായിട്ട്. and tried to get closer to the men. അയാളുടെ കയ്യിൽ ചെറിയൊരു റാഫ്റ്റ് കിട്ടി. ആ റാഫ്റ്റിന് അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് തുഴഞ്ഞു പോയാൽ മതി. അങ്ങനെയാണ് ഓഴ്സ് നോക്കിയത്. അങ്ങനെ തുഴഞ്ഞു പോവാണ്. കാരവലോ വിത്ത് കാസ്റ്റിലോ clinging to his neck near the raft. ഞാൻ കരാവലോനെ കണ്ടു. വിത്ത് കാസ്റ്റൽ, അവന്റെ കൂടത്തിൽ കാസ്റ്റലും ഉണ്ട്. ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക്, അവന്റെ കഴുത്തിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട്, നെക്കിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് കാസ്റ്റലുണ്ട്. ദേ നിയർ ദി റാഫ്റ്റ്, അവരെന്റെ ചങ്ങാടത്തിനടുത്തെത്തി, അല്ലെങ്കിൽ എന്റെ ചങ്ങാടം അവരുടെ അടുത്തെത്തി. മച്ച് ഫാർദർ അവേ, ലുക്കിംഗ് സ്മോൾ ആൻഡ് desolate was the fourth of my mates. അങ്ങ് അകലത്തത മറ്റു ചില മേറ്റ്സ് ഹിയർ മീൻസ് ഫ്രണ്ട്സ്. മേറ്റ്സ് ഫ്രണ്ട്സ്. Raymond Herrera, who was waving at me while he held on to a crate. അവിടെ കണ്ടൊരു സുഹൃത്ത്, അവൻ ദൂരെയാണ്, റേമൻ ഹററ. അപ്പൊ ഇങ്ങനെ പല പേരുകളുള്ള, നമുക്ക് സുപരിചിതമല്ലാത്ത പേരുകളുള്ള ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് അന്ന് സ്വീകരിക്കാൻ കുറച്ച് വിഷമമുള്ള ഒരു പാഠമാണ്. സത്യത്തിൽ 8ാം ക്ലാസ് കൊടുത്തിരിക്കുന്നതൊക്കെ സ്വന്തം കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള, ഇപ്പം ഒന്നാമത്തെ നമ്മൾ പഠിച്ച ടൈലിന്റെ കഥ നന്നല്ലാതെ വാക്കുകൾ ടഫാണ്. അതുപോലെ തന്നെ പിന്നെ ദ ബോയ് ഹു ഡ്രീവ് കാറ്റ്സിലെ വാക്കുകൾ കടുപ്പാണ്. ഇതിലെയും വാക്കുകൾ കടുപ്പമാണ്. ആ കടുപ്പമുള്ള വാക്കുകൾ നിങ്ങൾ ഹൃദിസ്ഥമാക്കിയെങ്കിലേ അടുത്തുള്ള 9ലേക്കും 10ലേക്ക് എത്തുമ്പോഴേക്ക് ഇതിനോടുള്ള നിലവാരത്തുള്ള പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ തന്നെ കിട്ടിച്ചു വരുന്നെങ്കിൽ അവിടെ ഉപ്പയം ഒന്നും മനസ്സിലാവില്ല. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എന്താണ് സ്പെല്ലിങ്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ. ഒന്നുകൂടി മാഷ അത് വായിക്കാൻ നോക്കിക്കോളൂ. ഓൺ ദി അതർ സൈഡ് വാസ് ലൂയി റെങ്കിറ്റോ ട്രൈങ് ടു സ്റ്റേ എബവ് വാട്ടർ. അല്പം അകലെ അതാ റെങ്കിറ്റോനെ കണ്ടു, ലൂയിനെ കണ്ടു. അവൻ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിത്ത് ഹിസ് ഹെഡ്ഫോൺസ്, അവന്റെ വലത്തെ കയ്യിൽ ഹെഡ്ഫോൺസ് ഉണ്ട്. അലോഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്, അത് വലത്തെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഹാർഡ് സ്ട്രിപ്പ് ഓഫ് ഹിസ് ഷർട്ട്. ഒരു നോട്ടത്തിൽ എനിക്ക് അവനെ മനസ്സിലായി, അവനെന്താ ഷർട്ടും ഇല്ല. സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. എങ്കിലും അവനെ ഏറെ നന്നായിട്ട് വെള്ളത്തിലൂടെ നീന്താൻ പറ്റുള്ളൂ. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷെ അവന് ലൈഫ് ജാക്കറ്റ് ഇല്ല. ഒരു സെയിലർക്ക് ഏറ്റവും അത്യാവശ്യം ലൈഫ് ജാക്കറ്റാണ്, അതിൽ പിടിച്ചു കിടക്കാനാവും, അതുപോലും ഇല്ല. അത് ദെൻ ഈവൻ ഇഫ് ഐ ഹാഡന്റ് സീൻ ഹിം, എനിക്കിപ്പോഴും അവനെ ശരിക്കും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഐ വുഡ് ഹാവ് റിക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ. എനിക്ക് അവന്റെ ഒച്ച ശബ്ദം വേർതിരിച്ചറിയാൻ പറ്റും. But Joe, paddle over here. നീ ഇങ്ങോട്ട് തിരിഞ്ഞു പോരൂ, ഇങ്ങോട്ട് തുഴഞ്ഞു പോരൂ. 5ാമത്തെ പേരയില് I quickly grabbed the oars and tried to get closer to the. എങ്ങനെയെങ്കിലും അവരൊക്കെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ എൻ്റെ റാഫ്റ്റില് ഈ തുഴകൾ നോക്കി എവിടെയാണുള്ളത്, എങ്ങനെയാണ് അങ്ങോട്ട് തുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. കാരാബലോ വിത്ത് കാസ്റ്റിലോ clinging to his neck heard the raft, near the raft, much farther away, looking small and desolate. അങ്ങകലെ, അല്പം അകലെ, desolate, ഒറ്റപ്പെട്ടു. DESO, desolate. ഒറ്റപ്പെട്ടുകൊണ്ട്. Then
ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസിലേറ്റ്. ദൂരെ അതുകൊണ്ട് ചെറുതായിട്ടേ കാണുന്നുള്ളൂ. DESOLAT അത് നോക്കിയേക്കാനെ ഒറ്റപ്പെട്ടു. വാസ് ദി ഫോർത്ത്, നാലാമത്തെ ഫ്രണ്ട്. അപ്പൊ 4 പേര് ഇയാളെ കൂടാതെ ജീവിച്ചിരിപ്പുണ്ട്. നെക്സ്റ്റ് പേരിലേക്ക് അടുക്കാണ്. ഇഫ് ഐ ഹാഡ് ടു ഡിസൈഡ്, എനിക്ക് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. വുഡ്ന്റ് ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മീൻസ് ടു ഗോ ആഫ്റ്റർ ഫസ്റ്റ്. ഇനി ആരാണ് മുങ്ങിപ്പോവുക? എല്ലാവർക്കും ഒരുപാട് നേരം പിടിച്ചിരിക്കാനാവില്ല. ബട്ട് വെൻ ഐ സോ ഹെരേര, പക്ഷെ ഹെരേര ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ദൂരെ നിന്ന് പിന്നെ ഈ മരണവുമായിട്ട് മലരിക്കുന്നത് കണ്ടപ്പോൾ ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജുന, അവൻ എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ അർജുനയിൽ നിന്ന് വന്ന ആളാണ്. ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെന്റ്സ് ബിഫോർ, അല്പനേരം മുൻപ് വരെ ഞാൻ അവനെ കണ്ടതാണ്. അല്പനേരം മുൻപ് വരെ, മൂമെന്റ്സ് മുൻപ് വരെ. ഐ ബിഗാൻ ടു പാറ്റിൽ ഫ്യൂരിയസ്ലി. ഞാൻ അവൻ്റെ അടുത്തേക്ക് വളരെ ഇവിടെ ഫ്യൂരി എന്ന് പറഞ്ഞാൽ കോപമാണ്. കോപത്തോടു കൂടിയല്ല ഇവിടെ ഒന്ന് വളരെ ശക്തമായിട്ട്, ഇവിടെ പണ്ട് ഫ്യൂരിയസ് എന്നുള്ള വാക്കിനകത്ത് കേട്ട ശക്തമായിട്ടൊന്നാണ്. ഞാൻ വളരെ ശക്തമായിട്ട് അവൻ്റെ അടുത്തേക്ക് തുഴഞ്ഞു നിന്നു. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. പക്ഷെ എന്നിട്ടും അവൻ്റെ ലൈഫ് റാഫ്റ്റ് 2 മീറ്റർ അകലാണ് ഇപ്പോഴുള്ളത്. അത്ര വരെ എത്തിച്ചേർന്നു. പക്ഷെ എന്താ സംഭവിച്ചു നോക്കൂ. ആൻഡ് ഐ ഹാഡ് ടു റോ എഗൈൻസ്റ്റ് ദ വിൻഡ്. പക്ഷെ അടുക്കാനാവുന്നില്ല. കാറ്റിനെതിരെ തുഴയണം. അത്ര ശക്തമായ കാറ്റാണ്. എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവന് ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക്, ലെഫ്റ്റ് റാഫ്റ്റിൻ്റെ അടുത്തേക്ക് പിന്നെ എത്താൻ പറ്റുന്നില്ല. നോക്കൂ, ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നി എനിക്കതിന് കഴിയില്ലെന്ന്. ആൻഡ് ഐ മാനേജ്ഡ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. എങ്ങനെയൊക്കെയോ കാറ്റിനെ എതിർത്തുകൊണ്ട് 1 മീറ്റർ കൂടി, അത് ഇങ്ങോട്ട് വെള്ളം വരെ, ഇങ്ങോട്ട് കാറ്റ് വരിക, പിന്നെ അങ്ങനെ അങ്ങോട്ട് തോന്നി പോവുക. അപ്പം എന്നിട്ടും ഞാൻ 1 മീറ്റർ അവൻ്റെ അരികിലേക്ക് തുഴഞ്ഞു. ആൻഡ് ഐ മാനേജ്ഡ് ടു അഡ്വാൻസ് മുന്നേറുക. മോർ ദാൻ എ മീറ്റർ. ഡെസ്പറേറ്റ് ഐ ലുക്ക്ഡ് അറൗണ്ട് വൺസ് മോർ. അങ്ങനെ അവനെ കാണുന്നില്ല. നിരാശയോടെ, ഡെസ്പറേറ്റ്, നിരാശനായി ഞാൻ അവിടെയൊക്കെ നോക്കി. വെർ ഹീസ്, അവൻ എവിടെ, എങ്ങോട്ട് പോയി? ആൻഡ് സോ ദാറ്റ് ഹെരാര ഹാഡ് ഡിസപ്പിയർഡ്. അപ്പോഴാണ് എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. എൻ്റെ കൂട്ടുകാരൻ, ആ സന്തോഷവാനായി ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനായിരിക്കുന്നു. അവനും ഇതാ കടലിൽ മുങ്ങിയിരിക്കുന്നു. സോ 1 by 1 they were drowning in the sea. ഒന്നിനു പിറകെ ഒന്നായിട്ട് അവർ കടലിലേക്ക് മുങ്ങാണ്. ഇപ്പോഴും നമ്മൾ കണ്ട ഭാഗം എന്താണ്? ദ ഷിപ്പ് ഹാസ് റെക്ക്ഡ്. കപ്പൽ തകർന്നിരിക്കുന്നു. ആൻഡ് അവർ ഹീറോ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും ഒക്കെ മരണവുമായിട്ട് മലയടിക്കുകയാണ്. ദേ വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ദ ഡീപ് സീ. ആഴക്കടലിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം. ആൻഡ് ദ ഷിപ്പ് ഹാസ് ടോട്ടലി ഷട്ടേർഡ്. കപ്പലാണെങ്കിൽ ചിതറിപ്പോയിരിക്കുന്നു. നോ ലൈഫ് ജാക്കറ്റ്, വേണ്ടത്ര ലൈഫ് ജാക്കറ്റ് ഇല്ല, പിടിച്ചു നിൽക്കാനില്ല. ആൻഡ് നോ സച്ച് ലൈഫ് റാഫ്റ്റ്, ഇന്ന് ലൈഫ് റാഫ്റ്റും അവരുടെ കയ്യിലില്ല. ആൻഡ് 1 by 1 they are disappearing in the sea. And the sea was also violent. കടൽ പ്രക്ഷുബ്ധമാണ്. സ്ട്രോങ് വിൻഡ്, ശക്തമായി കാറ്റടിക്കുന്നുണ്ട്. ആൻഡ് now we can see Vasco is also facing the death. അവർ ഓരോരുത്തരും മരണത്തെ മുഖാമുഖം കാണാണ്. Yes, let us continue tomorrow.